ഹായ് ഓൾ, വർക്ക് പവർ എനർജിയുടെ സെക്കൻഡ് പാർട്ട് വീഡിയോ ആണ് നമ്മൾ കാണുന്നത്. അപ്പോൾ സ്മാർട്ട് അല്ലേ? അപ്പോൾ നമുക്ക് ചെയ്യാം. സ്ട്രോങ് ആയിട്ടിരിക്കുക. നല്ല എളുപ്പമുള്ള ക്വസ്റ്റ്യൻസ്. അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. വായിച്ചു നോക്കിയേ. 2 springs of spring constant 1500 and 3000 respectively are stretched with the same force. രണ്ട് സ്പ്രിംഗ് ഉണ്ട്, രണ്ടിൻ്റെ സ്പ്രിംഗ് കോൺസ്റ്റൻറ്റ് ഡിഫറൻ്റ് ആണ്, രണ്ടിലും ഒരേ ഫോഴ്സാണ് കൊടുത്തത്. ദെൻ പൊട്ടൻഷ്യൽ എനർജിയുടെ റേഷ്യോ എത്രയെന്നാണ് ചോദ്യം. അപ്പം നല്ല ക്വസ്റ്റ്യനാണ്, എളുപ്പമാണ്. അപ്പം നമുക്ക് നോക്കാം മക്കളെ. പൊട്ടൻഷ്യൽ എനർജി കാണാനുള്ള ഇക്വേഷൻ പറയടാ. പൊട്ടൻഷ്യൽ എനർജി ഈസ് ഈക്വൽ ടു ഹാഫ് കെ എക്സ് സ്ക്വയർ എന്നാണ്. നിങ്ങൾക്കറിയാമല്ലോ. ഇനി ഇതിനകത്തുനിന്ന് നമുക്കറിയാമെന്നുള്ള വേറെ ചില കാര്യങ്ങൾ. ഫോഴ്സ് പ്രൊപ്പോർഷണൽ ടു എക്സ് എന്നാണ്. അപ്പോൾ എഫ് ഈസ് ഈക്വൽ ടു കെ എക്സ്. സൈൻ ഞാൻ ഒഴിവാക്കിയതാണ് കേട്ടോ. എഫ് ഈസ് ഈക്വൽ ടു കെ എക്സ് എന്ന് നിങ്ങൾക്കറിയാം. അപ്പോൾ ഇതിനകത്ത് എക്സ് എന്ന് പറയുന്നത് എഫ് ബൈ കെ ആണെന്നും നിങ്ങൾക്കറിയാം. ഓക്കെ, ഇതുവരെ എല്ലാവരും ഓക്കെ ആണെന്ന് എനിക്കറിയാം. ഇനി നമുക്ക് ഇതിനകത്ത് പൊട്ടൻഷ്യൽ എനർജിയുടെ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. യു ഈസ് ഈക്വൽ ടു ഹാഫ് എഴുതി, കെ എഴുതി, എക്സിൻ്റെ സ്ക്വയർ. അപ്പോൾ എഫ് സ്ക്വയർ ബൈ കെ സ്ക്വയർ എന്ന് വരും. ഇനി പൊട്ടൻഷ്യൽ എനർജി ഈസ് ഈക്വൽ ടു ഹാഫ് എഴുതി, എഫ് സ്ക്വയർ ബൈ കെ എന്ന് എഴുതി. ഇത്രയും മനസ്സിലായെന്ന് വിചാരിക്കും. ഇതിനകത്ത് കോൺസ്റ്റൻറ്റുകളൊക്കെ ഞാൻ റൗണ്ട് ചെയ്തങ്ങ് മാറ്റാം. ഹാഫ് കോൺസ്റ്റൻ്റ് ആണ് അല്ലേ. ഫോഴ്സ് സെയിം ആണെന്ന് ക്വസ്റ്റിനകത്ത് ഗിവൺ ആണ്. അപ്പോൾ ഇത് രണ്ടും കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ പൊട്ടൻഷ്യൽ എനർജി ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ആണ് എന്തിന്? സ്പ്രിംഗ് കോൺസ്റ്റൻറ്റിന് എന്നാണ് നമുക്ക് കിട്ടിയത്. ഇനി ഫസ്റ്റ് കേസിൽ പൊട്ടൻഷ്യൽ എനർജി ഇൻ ദ ഫസ്റ്റ് കേസ് പ്രൊപ്പോർഷൻ 1 അവൻ്റെ കെ വാല്യൂ എത്രയാ? 1500 അല്ലേ. സെക്കൻഡ് കേസിൽ പൊട്ടൻഷ്യൽ എനർജി പ്രൊപ്പോർഷൻ 1 അവൻ്റെ കെ എത്രയാ? 3000. ഓക്കെ, ഇനി U1/U2 എടുത്താൽ എന്ത് വരും? നിങ്ങൾ തന്നെ പറയുക. 1/5000 1500 ഡിവൈഡഡ് ബൈ 1/3000. ഒരു പേടി ആർക്കും ഇവിടെ ഇല്ല. അപ്പോൾ U1/U2ൻ്റെ ആൻസർ എത്ര വരും മക്കളെ? U1/U2 ഈസ് ഈക്വൽ ടു 1/1500 ഇൻറ്റു 3000 അല്ലടാ. അപ്പോൾ ആൻസർ U1/U2ൻ്റെ ആൻസർ എത്ര വരും? 2 എന്ന് വരും. 2 എന്ന് പറഞ്ഞാൽ എന്താണ്? 2/1 എന്ന് പറഞ്ഞാൽ 2:1. അപ്പോൾ ആൻസർ ഈസ് 2:1 എന്നാണ്. പേടിക്കാൻ വേണ്ടി ഒന്നുമില്ല. നല്ല അടിപൊളി ക്വസ്റ്റ്യൻ. ഓക്കെ, അടിപൊളിയല്ലേ? ഇപ്പോൾ 2:1 എന്നാണ് ആൻസർ കിട്ടിയിരിക്കുന്നത്. ബി ആണ്. എളുപ്പമല്ലേ? അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. എന്താണ് 1 ഹോഴ്സ് പവർ? നമ്മൾ വിചാരിക്കും നമ്മൾ ഇത്രയൊക്കെ സിമ്പിൾ ക്വസ്റ്റ്യൻ വരുമ്പോൾ പിള്ളേർക്ക് ഇതൊക്കെ എൻട്രൻസിന് ചോദിക്കുമെന്ന്. ഇത് ഞാൻ എടുത്ത് വെച്ചിരിക്കുന്ന എൻട്രൻസിൻ്റെ ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ നിങ്ങൾ അങ്ങനെ ഒരു കൺഫ്യൂഷൻ വേണ്ട. ചെറിയ ക്വസ്റ്റ്യൻസ് വരെ ചോദിക്കും. നമ്മൾ എങ്ങനെയെങ്കിലും ഒന്ന് ഇത് എൻട്രൻസിന് വരില്ലല്ലോ എന്ന് വിചാരിച്ച് അബദ്ധം വല്ലതും കാണിച്ച് തെറ്റിക്കണമെങ്കിൽ തെറ്റിച്ചോട്ടെ എന്ന് വിചാരിച്ചായിരിക്കണം. അപ്പോൾ നമുക്ക് സിമ്പിളല്ലേ. 1 ഹോഴ്സ് പവർ ഈസ് ഈക്വൽ ടു 746 വാട്ട്സ്. അപ്പോൾ നമുക്ക് അറിയാമെന്നുള്ള ക്വസ്റ്റ്യനാണ്. അടിപൊളിയല്ലേ? അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോടാം. എന്താണ് എ മെഷീൻ ഗൺ ഫയർസ് n ബുള്ളറ്റ്സ് ഇൻ 1 സെക്കൻഡ്. ഒരു സെക്കൻഡിൽ n ബുള്ളറ്റ് ഫയർ ചെയ്യും. കൈനറ്റിക് എനർജി ഒരു ബുള്ളറ്റിന് K ആണ്. അങ്ങനെയാണെങ്കിൽ പവർ ഓഫ് ദ മെഷീൻ ഗൺ എത്രയെന്നാണ്. അപ്പോൾ 1 ബുള്ളറ്റ് ആണെങ്കിൽ പവറിൻ്റെ ആൻസർ എന്താണ്? വർക്ക് ബൈ ടൈം എന്നല്ലേ. എന്ന് പറയുമ്പോൾ വർക്ക് എന്ന് പറഞ്ഞാൽ ചേഞ്ച് ഓഫ് കൈനറ്റിക് എനർജി അല്ലേ മക്കളെ? ബൈ ടൈം എന്ന് എഴുതാം. ചേഞ്ച് ഓഫ് കൈനറ്റിക് എനർജി എന്ന് പറഞ്ഞാൽ കൈനറ്റിക് എനർജി ഫൈനൽ മൈനസ് കൈനറ്റിക് എനർജി ഇനീഷ്യൽ. ഒരു ബുള്ളറ്റിൻ്റെ ഇനീഷ്യൽ കൈനറ്റിക് എനർജി 0 ഡിവൈഡഡ് ബൈ ടൈം എത്രയാണ്? 1 സെക്കൻഡ്. ഇൻ 1 സെക്കൻഡാണ്. അപ്പോൾ K എന്ന് കിട്ടി. അപ്പോൾ പവറിൻ്റെ ആൻസർ എന്ത് കിട്ടി? ഈക്വൽ ടു K എന്ന് കിട്ടി ഒരു ബുള്ളറ്റിന്. അപ്പോൾ ഫോർ n ബുള്ളറ്റ്സ്, n ബുള്ളറ്റ് അല്ലേ നമ്മൾ വിടുന്നേ. അങ്ങനെയാണെങ്കിൽ പവർ എത്ര വരും? പവർ ഈസ് ഈക്വൽ ടു n ടൈംസ് K എന്ന് വരും. കോമൺ സെൻസ്. ആൻസർ ഏതാ? ഡി ആണ്. അടിപൊളിയല്ലേ? ഒരു സെക്കൻഡിൽ എത്ര? ഒരു സെക്കൻഡ് എന്താ പറഞ്ഞിരിക്കുന്നത്? n ബുള്ളറ്റാണ് വിടുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ പവർ എന്ന് പറയുന്നത് വർക്ക് ബൈ ടൈം. വർക്ക് എന്ന് പറഞ്ഞാൽ ചേഞ്ച് ഓഫ് കൈനറ്റിക് എനർജി എന്ന് പറഞ്ഞാൽ ഫൈനൽ കൈനറ്റിക് എനർജി മൈനസ് ഇനീഷ്യൽ കൈനറ്റിക് എനർജി. ഇനീഷ്യലി അതിൻ്റെ കൈനറ്റിക് എനർജി ഒന്നുമില്ല, റെസ്റ്റിലാണ്. ഇനി ഇത് ഒരു സെക്കൻഡിൽ സംഭവിക്കുന്ന കാര്യം. അപ്പോൾ K എന്ന് കിട്ടി. പവറിൻ്റെ ആൻസർ K എന്ന് കിട്ടി ഒരു സെക്കൻഡിൽ അല്ലേ. ഒരു ബുള്ളറ്റിന്, ഒരു സെക്കൻഡിൽ എന്നല്ല, ഒരു ബുള്ളറ്റിന്. ഇനി അപ്പോൾ ഒരു ബുള്ളറ്റിന് ഒരു സെക്കൻഡിൽ പവർ എത്ര? K. അപ്പോൾ n ബുള്ളറ്റിന് എത്ര? NK. അത്രേ ഉള്ളൂ. അടുത്ത ക്വസ്റ്റ്യൻ
എ മൂവിങ് ബ്ലോക്ക് ഹാവിങ് മാസ് എം കൊളൈഡ്സ് വിത്ത് അനദർ സ്റ്റേഷനറി ബ്ലോക്ക് ഹാവിങ് മാസ് 4m. ഒരു മൂവ് ചെയ്യുന്ന ബ്ലോക്ക് മാസ് എം ഉള്ളത് 4m മാസുള്ള ഒരു ആളുമായിട്ട് ഇടിച്ചു. ഇനി ലൈറ്റർ ബ്ലോക്ക് കംസ് ടു റസ്റ്റ്. ലൈറ്റർ ബ്ലോക്ക് റസ്റ്റിൽ വരുന്നു. അപ്പോൾ ആദ്യം ഉള്ള കാര്യം ഞാൻ പറയാം. അപ്പോൾ ഇനീഷ്യലി ഉള്ള കാര്യം പിന്നെ ഫൈനലി ഉള്ള കാര്യവും ഞാൻ എഴുതാം. എന്താണ് പറഞ്ഞിരിക്കുന്നത്? എം ആണ് ഉള്ളത്, ഈ 4m ആയിട്ടാണ് കൊളൈഡ് ചെയ്യുന്നത്. ഓക്കെ, ഇനി ഇനീഷ്യൽ വെലോസിറ്റി ഓഫ് ലൈറ്റർ ബ്ലോക്ക് വി എന്നാണ്. ഇവൻ്റെ വെലോസിറ്റി വി എന്നാണ്. ഇവൻ്റെ വെലോസിറ്റി 0 റസ്റ്റിൽ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പിന്നീട് എന്താണ് പറഞ്ഞിരിക്കുന്നത്? എമ്മിൻ്റെയും 4mൻ്റെയും കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ലൈറ്റർ ബ്ലോക്ക് കംസ് ടു റസ്റ്റ്. ഇവൻ്റെ വെലോസിറ്റി എത്രയായിട്ട് മാറും? 0 ആയിട്ട് മാറും. ഓക്കെ, ദെൻ ഇവൻ്റെ വെലോസിറ്റി എനിക്ക് അറിയില്ല. ഇവൻ്റെ വെലോസിറ്റി നമുക്ക് വി ഡാഷ് എന്നോ എന്തെങ്കിലും കൊടുക്കാം. ഓക്കെ, ഇവൻ്റെ വെലോസിറ്റി ഞാൻ വി ഡാഷ് എന്ന് അങ്ങനെ വിളിക്കുന്നു. ഇനി എന്താണ് വേണ്ടത്? കോഎഫിഷ്യൻ്റ് ഓഫ് റെസ്റ്റിറ്റ്യൂഷൻ. കോഎഫിഷ്യൻ്റ് ഓഫ് റെസ്റ്റിറ്റ്യൂഷൻ്റെ വാല്യൂ എത്ര എന്നാണ്? വെലോസിറ്റി ഓഫ് സെപ്പറേഷൻ ഡിവൈഡഡ് ബൈ വെലോസിറ്റി ഓഫ് അപ്രോച്ച്. അതാണ് നമ്മൾ കണ്ടുപിടിക്കാനുള്ളത്. അപ്പം നമുക്ക് കണ്ടുപിടിക്കാം എന്താണ് ചെയ്യാനുള്ളത്. പെട്ടെന്ന് നമുക്ക് നോക്കാം എന്തൊക്കെയാണ് വേണ്ടത്. ഇനീഷ്യൽ മൊമെൻറ്റവും ഫൈനൽ മൊമെൻറ്റവും സെയിം ആയിരിക്കണമല്ലോ. അപ്പോൾ മാസ് ഇൻറ്റു വെലോസിറ്റി പ്ലസ് അടുത്തത് 4m ഇൻറ്റു 0 ഇനീഷ്യൽ മൊമെൻറ്റം ഈക്വൽ ടു ഫൈനൽ മൊമെൻറ്റം m ഇൻറ്റു 0 പ്ലസ് 4m ഇൻറ്റു വി ഡാഷ്. ആർക്കും ഒരു പേടിയില്ല. ഇനി എം വി ഈസ് ഈക്വൽ ടു 4mv എന്ന് വരും, എം വി ഡാഷ് എന്ന് വരും. അപ്പുറം അപ്പുറം എം ക്യാൻസൽ ചെയ്യാം. അപ്പോൾ വി ഡാഷിൻ്റെ ആൻസർ v/4 എന്നാണ്. അപ്പോൾ വി ഡാഷിൻ്റെ ആൻസർ കിട്ടിയിട്ടുണ്ട് v/4. ഇനി നിങ്ങൾ തന്നെ പറയണം. ഓക്കെ, ഇ എന്ന് പറഞ്ഞാൽ എന്താണ്? വെലോസിറ്റി ഓഫ് സെപ്പറേഷൻ ബൈ വെലോസിറ്റി ഓഫ് അപ്രോച്ച് എന്നാണ്. വെലോസിറ്റി ഓഫ് അപ്രോച്ച് എന്നാണ്. ഓക്കെ, പേടിക്കാനൊന്നുമില്ല. അപ്പോൾ ഇതിൽ വാല്യൂ ഇട്ട് കൊടുത്താൽ മതി. വെലോസിറ്റി ഓഫ് സെപ്പറേഷൻ, അപ്പോൾ സെപ്പറേഷൻ വെലോസിറ്റി v/4 ഇവിടെ ഉണ്ട്. ഇനിഷ്യലി ഉള്ളത് എത്രയാ? 0 ആണ്. അപ്പോൾ v/4 മൈനസ് 0, v/4 തന്നെ. ഇനി അടുത്തെന്താണ്? ഇത് ഞാൻ പറഞ്ഞത് ഒന്നുമില്ല. ഇത് രണ്ടും ഇവരുടെ v/4 0യും ഡിഫറൻസ് v/4 ഡിവൈഡ് ബൈ ഇനിഷ്യലി ഉള്ളത് ഇവർ വെലോസിറ്റി ഓഫ് അപ്രോച്ച്. ഇത് രണ്ടും തമ്മിലുള്ള ഡിഫറൻസ് എത്രയാ? വി ആണ്. ആൻസർ 1/4. 1/4 എന്ന് പറഞ്ഞാൽ എത്രയാ? 0.25. പ്രയാസപ്പെട്ടോ? ചെറുതായിട്ടൊന്ന് പ്രയാസപ്പെട്ടെന്നൊക്കെ എനിക്കറിയാം. അപ്പോൾ എന്താണ് അതിനകത്ത് പേടിക്കാൻ വേണ്ടി ഒന്നുമില്ല. വെലോസിറ്റി ഓഫ് സെപ്പറേഷൻ ബൈ വെലോസിറ്റി ഓഫ് അപ്രോച്ച്. അപ്പോൾ ഫൈനൽ വെലോസിറ്റികൾ തമ്മിലുള്ള ഡിഫറൻസ്. ഓക്കെ, ഫൈനൽ വെലോസിറ്റികൾ എന്ന് പറഞ്ഞാൽ സെക്കൻഡ് ബോഡിയുടെ വെലോസിറ്റികൾ തമ്മിലുള്ള ഡിഫറൻസ് ബൈ ഫസ്റ്റ് ബോഡിയുടെ വെലോസിറ്റികൾ തമ്മിലുള്ള ഡിഫറൻസ് എടുത്തു കഴിയുമ്പോൾ നിങ്ങളുടെ ഈയുടെ ആൻസർ ആവും. ഓക്കെ, പേടിച്ചോ? പേടിക്കാൻ വേണ്ടി ഒന്നുമില്ല. എന്താണ് ഞാൻ പറഞ്ഞത്? സെക്കൻഡ് ബോഡിയുടെ വെലോസിറ്റികൾ തമ്മിലുള്ള ഡിഫറൻസ് ഡിവൈഡഡ് ബൈ ഫസ്റ്റ് ബോഡിയുടെ വെലോസിറ്റികൾ തമ്മിലുള്ള ഡിഫറൻസ് അങ്ങോട്ട് എടുത്ത് വയ്ക്കുക. അപ്പോൾ യു വിൽ ബി ഗെറ്റിംഗ് ദ വാല്യൂ ഓഫ് ഇ. പേടിച്ചോ? അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം മക്കളെ. ബസ് മൂവിങ് വിത്ത് വെലോസിറ്റി 40 km/h കൊളൈഡ്സ് വിത്ത് സൈക്കിൾ അറ്റ് റെസ്റ്റ്. ഓക്കെ, സൈക്കിളിൻ്റെ കാര്യം ഒരു തീരുമാനമായി അല്ലേ? അപ്പോൾ അങ്ങനെയാണെങ്കിൽ എന്താണ് ചോദ്യം? കൊളീഷൻ, സൈക്കിൾ റെസ്റ്റിലായിരുന്നു. കൊളീഷൻ ഈസ് ഇലാസ്റ്റിക്. കൊളീഷൻ ഇലാസ്റ്റിക് ആണ്. വെലോസിറ്റി ഓഫ് സൈക്കിൾ ആഫ്റ്റർ കൊളീഷൻ. വെലോസിറ്റി ഓഫ് സൈക്കിൾ ആഫ്റ്റർ കൊളീഷനാണ് ചോദ്യം. അപ്പോൾ നമുക്കിവിടെ നോക്കാം എന്താണ്. ഓരോ കഥയായിട്ട് പറയാം. ഫസ്റ്റ് ബോഡിയുടെ മാസ് നമുക്ക് m1 എന്ന് വിളിക്കാം. m1 എന്ന് പറയുന്നത് ബസ്സിൻ്റെ മാസ്സാണ്. ഓക്കെ, ബസ്സിൻ്റെ മാസ് m1 എന്ന് വിളിക്കാം. അത് ക്യാപിറ്റൽ M ആണ്. പേടിച്ചില്ല. ഇനി സൈക്കിളിൻ്റെ മാസ് നമുക്ക് m2 എന്ന് വിളിക്കാം. അത് സ്മോൾ m ആണ്. പേടിച്ചില്ലല്ലോ. ഇനി അടുത്തത് ബസ്സിൻ്റെ വെലോസിറ്റി നമുക്ക് u1 എന്ന് വിളിക്കാം. അത് u ആണ്. ഓക്കെ, സൈക്കിൾ റെസ്റ്റിലാണല്ലോ. സൈക്കിളിൻ്റെ വെലോസിറ്റി u2 എന്ന് വിളിക്കാം. അതിൻ്റെ ആൻസർ 0 ആണ്. ഇതാണ് ഇനീഷ്യലി ഉള്ള കാര്യം. അപ്പോൾ ഇത്രയും ഇനീഷ്യലി ഉള്ള കാര്യങ്ങളാണ്. എല്ലാവർക്കും മനസ്സിലായി. ഇനി എന്താ വേണ്ടത്? ഫൈനലി ഉള്ള കാര്യങ്ങൾ.
ഫൈനലി ഉള്ള കാര്യങ്ങൾ ഞാൻ എഴുതാം. എന്താണ് ബസ്സിൻ്റെ കാര്യവും ഇതിൻ്റെ കാര്യവും പറയണം. ബസ് നോക്കൂ, ബസ്സിൻ്റെ കാര്യവും എന്താണ് ബസ്സിൻ്റെ കാര്യം പറയണം. ബസ്സിൻ്റെ വെലോസിറ്റി എത്ര എന്തെങ്കിലും പറയുന്നുണ്ടോ? വെലോസിറ്റി ഓഫ് സൈക്കിൾ ഇമ്മീഡിയറ്റ്ലി ആഫ്റ്റർ ഇതെന്നാണ് ചോദ്യം. അപ്പം നമുക്കൊരു കാര്യം ചെയ്യാം. ഫൈനലി ബസ്സിൻ്റെ വെലോസിറ്റി V1 ഓക്കെ, സൈക്കിളിൻ്റെ വെലോസിറ്റി നമുക്ക് V2 എന്ന് വിളിക്കാം. പേടിച്ചോ നിങ്ങൾ? അത്ര എവിടെ ഇരിക്കട്ടെ. നമുക്ക് ഈ V2 കണ്ടുപിടിക്കാൻ ഒരു പരിപാടിയുണ്ട്. നമ്മൾ കൊളീഷൻ പഠിച്ചതല്ലേ, രണ്ട് ബോഡീസ് M1 M2 U വെലോസിറ്റിയിൽ ഇവൻ മൂവ് ചെയ്യുന്നു, U1 വെലോസിറ്റിയിൽ, ഇവൻ U2 വെലോസിറ്റിയിൽ മൂവ് ചെയ്യുന്നു. ആഫ്റ്റർ കൊളീഷൻ ഫസ്റ്റ് ബോഡി V1 വെലോസിറ്റിയിൽ മൂവ് ചെയ്യുന്നു, സെക്കൻഡ് ബോഡി V2 വെലോസിറ്റിയിൽ മൂവ് ചെയ്യുന്ന ഈ കേസ് നമ്മൾ പഠിച്ചതാണ്, ഒരു ഡെറിവേഷൻ. അതിനകത്ത് നിന്ന് നമ്മൾ V2 കണ്ടുപിടിക്കുക ഒരു ഇക്വേഷൻ പഠിച്ചല്ലോ, എന്താണ് ഓർമ്മയുണ്ടോ? അത് എഴുതി നമുക്ക് സ്ട്രൈറ്റ് കിട്ടും. M2 മൈനസ് M1 ഡിവൈഡഡ് ബൈ M1 പ്ലസ് M2 ഇൻറ്റു U2 പ്ലസ് 2M1 U1 ഡിവൈഡഡ് ബൈ M1 പ്ലസ് M2 എന്നാണ് നമ്മൾ പഠിച്ച ഇക്വേഷൻ. ഇതിനകത്ത് നിങ്ങൾ തന്നെ നോക്കിയാൽ പെട്ടെന്ന് പിടികിട്ടും. ഇതിനകത്ത് U2ൻ്റെ വാല്യൂ 0 അപ്പോൾ ആ ഫസ്റ്റ് ടേം അങ്ങ് പോയി. അപ്പോൾ V2 ഈസ് ഈക്വൽ ടു 2M1 U1 ഡിവൈഡഡ് ബൈ M1 പ്ലസ് M2 എന്നാണ് വരുന്നത്. പേടിച്ചില്ല. ഇനി നിങ്ങൾ നോക്കുക, 2 എഴുതി. M1ൻ്റെ ആൻസർ നോക്കുക, ക്യാപിറ്റൽ M. U1ൻ്റെ ആൻസർ നോക്കുക, U ഡിവൈഡഡ് ബൈ M1ൻ്റെ ആൻസർ നോക്കുക, M1ൻ്റെ ആൻസർ M. M2ൻ്റെ ആൻസർ നോക്കുക, M2ൻ്റെ ആൻസർ സ്മോൾ m. നിങ്ങൾ നോക്കൂ, M ഈസ് വെരി വെരി ലാർജ് കമ്പയർഡ് ടു M. അപ്പം നമ്മുടെ ഈ സാധനത്തിന് അപ്രോക്സിമേഷൻ നടത്താം. 2MU ഡിവൈഡഡ് ബൈ M പ്ലസ് M എന്നുള്ളതിന് ഞാൻ M എന്നങ്ങ് എടുക്കും. അപ്പോൾ ഇത് രണ്ടും ക്യാൻസലായി. ആൻസർ 2U എന്ന് കിട്ടി കേട്ടോ. അപ്പോൾ ഈസ് ഈക്വൽ ടു ഞാൻ 2 എഴുതി. യുവിൻ്റെ ആൻസർ നേരത്തെ എത്രയായിരുന്നു? 40 അല്ലേ? ഓക്കെ, യുവിൻ്റെ ആൻസർ 40 ആണ്. അപ്പോൾ 2 ഇൻറ്റു 40, അപ്പോൾ ആൻസർ എത്ര? 80 എന്നാണ് നമ്മുടെ ആൻസർ. ഇതായിരിക്കും. എങ്ങനെയുണ്ട്? പൊളിച്ചില്ലേ? ചെറിയതായിട്ട് നമ്മളൊന്ന് ബുദ്ധിമുട്ടിച്ചല്ലേ? അപ്പോൾ കൊളീഷൻ്റെ ആ ഇക്വേഷൻസ് നമ്മൾ കാണാതെ പഠിക്കണം. ആ ഫൈനൽ വെലോസിറ്റീസിൻ്റെ ഇക്വേഷൻസ് ഫസ്റ്റ് ബോഡിയുടെയും സെക്കൻഡ് ബോഡിയുടെയും കാണാതെ പഠിക്കണം. അത് ആ ഡെറിവേഷനിൽ വരുന്നതാണ്. അപ്പോൾ അതാണ് ആ സംഭവം ഞാനൊന്ന് കാണിച്ചത്. ഫസ്റ്റ് ബോഡി മാസ് M1, സെക്കൻഡ് ബോഡി മാസ് M2, ഇനിഷ്യൽ വെലോസിറ്റീസ് U1 U2, ഫൈനൽ വെലോസിറ്റീസ് V1 V2. V2ൻ്റെ ആൻസർ അങ്ങോട്ട് എഴുതി. ഇനി അതിനകത്ത് വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. എന്നിട്ട് ഒരു അപ്രോക്സിമേഷൻ നടത്തി എന്താണ് ബസ്സിൻ്റെ മാസ് സൈക്കിളിൻ്റെ മാസിനേക്കാൾ ഒരുപാട് കൂടുതലായിട്ട് സൈക്കിളിൻ്റെ മാസ് നമ്മൾ നെഗ്ലക്റ്റ് ചെയ്യുക. ദാറ്റ്സ് ഓൾ. യു വിൽ ബി ഗെറ്റിംഗ് യുവർ ഫൈനൽ ആൻസർ. 80 എന്നുള്ളതാണ് എൻ്റെ ആൻസർ. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം മക്കളെ. അടുത്ത ക്വസ്റ്റ്യൻ ഇതാ വരുന്നു. ഫോർ എ പാർട്ടിക്കിൾ മൂവിങ് ഇൻ എ വെർട്ടിക്കൽ സർക്കിൾ, എന്താണ് വെർട്ടിക്കൽ സർക്കിളിൽ മൂവ് ചെയ്യുന്ന ബോഡിയെ സംബന്ധിച്ച് ദ ടോട്ടൽ എനർജി ഈസ് അറ്റ് ഡിഫറെൻറ്റ് പൊസിഷൻസ്. അത് നമ്മൾ പ്രൂവ് ചെയ്തല്ലേ? വെർട്ടിക്കൽ സർക്കിളിലുള്ള മോഷൻ നമ്മൾ പഠിച്ചാണ്. ടോട്ടൽ എനർജി അറ്റ് എവരി പോയിന്റ് വിൽ ബി ഈക്വൽ എന്നല്ലേ? അപ്പോൾ കൺസർവ്ഡ് എന്നാണ്. അപ്പോൾ എ ആണ് അതിൻ്റെ ആൻസർ. അടിപൊളിയല്ലേ? സ്ട്രെയിറ്റ് ക്വസ്റ്റ്യൻ, ഒരു സന്തോഷത്തിന് വേണ്ടി. അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? എ സ്ട്രിങ് 0.5 meter long is used to whirl a 1 kilogram stone in a vertical circle. ഒരു കല്ലിനെ ഒരു സ്ട്രിങ്ങിൽ കെട്ടി കറക്കുന്നു വെർട്ടിക്കൽ സർക്കിളിൽ. ഇനി വിത്ത് എ യൂണിഫോം വെലോസിറ്റി 5 meter per second. വാട്ട് ഈസ് എ ടെൻഷൻ വെൻ ദ സ്റ്റോൺ ഈസ് അറ്റ് ദ ടോപ്പിലെത്തുമ്പോൾ ഉള്ള എന്താണ് ടെൻഷൻ എത്ര എന്നാണ്. അപ്പം നമുക്ക് ആ വെർട്ടിക്കൽ സർക്കിളിലുള്ള കഥയെല്ലാം നിങ്ങൾക്ക് അറിയാം. ഇതാണ് നമ്മുടെ കല്ല്, ഇത് നമ്മുടെ സ്ട്രിങ്. കല്ലിൻ്റെ വെയിറ്റ് mg താഴോട്ടാണ്. ഇനി ടെൻഷൻ ഈ ടെൻഷനും ഇങ്ങോട്ടാണ്. ഓക്കെ, ഇനി ഈ രണ്ട് ഫോഴ്സും സെൻറ്ററിലോട്ടാണ്. ഇത് രണ്ടും കൂടെ ചേർന്നാണ് എന്ത് കൊടുക്കുന്നത്? സെൻട്രിപെറ്റൽ ഫോഴ്സ് കൊടുക്കുന്നത്. അപ്പോൾ mgയും ടെൻഷനും കൂടെ ചേർന്ന് സെൻട്രിപെറ്റൽ ഫോഴ്സ് കൊടുക്കുന്നു, mv²/r. പേടിച്ചില്ല. ഇനി ടെൻഷൻ എത്ര എന്നാണ് ചോദ്യം. mv²/r മൈനസ് mg എന്നാണ്. ഇനി ബാക്കി വാല്യൂസ് എല്ലാം നമുക്കിടാം. m നമുക്ക് കോമൺ എടുക്കാം. ബാക്കി v²/r മൈനസ് g എന്നാണ്. ഓക്കെ, പേടിച്ചില്ലാരും. എമ്മിൻ്റെ വാല്യൂ 1 എന്നാണ്. വിയുടെ വാല്യൂ തന്നിട്ടുണ്ട്. എത്രയാ? 5. അപ്പോൾ 5² 25 ഡിവൈഡഡ് ബൈ റേഡിയസ് ഓഫ് ദ സർക്കിൾ എന്ന് പറഞ്ഞാൽ സ്ട്രിങ്ങിൻ്റെ ലെങ്ത് ആണ്, അത് 0.5 മൈനസ്
ജി എന്ന് പറയുന്നത് 9.8 ആണ് എടുക്കേണ്ടത്. ഞാനിപ്പോൾ 10 അങ്ങ് എടുത്ത് ചെയ്യാം. അപ്പോൾ ആൻസർ ഇവിടെ മേളിൽ താഴെ 10 കൊണ്ട് ഇൻറ്റു ചെയ്താൽ 250/5 -10. അപ്പോൾ ആൻസർ 50 എന്നാണ്. 50 - 10 40, അപ്രോക്സിമേറ്റ്ലി 40. ഓക്കെ, 40യോട് ക്ലോസസ്റ്റ് ആയിട്ടുള്ള ആൻസർ ഇതായിരിക്കുന്നു. സി ആണ് അതിൻ്റെ ആൻസർ. അടിപൊളിയല്ലേ? അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻസ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. പൊളിയല്ലേ? പേടിച്ചോ നിങ്ങൾ? എന്നും പേടിക്കാനൊന്നുമില്ല. അപ്പോൾ നമ്മുടെ ഈ ലോസ് ഓഫ് മോഷൻ, വർക്ക്, പവർ, എനർജി അങ്ങനെയുള്ള ചാപ്റ്റേഴ്സൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ചെയ്ത് പഠിക്കണം. മറന്നു പോകും നമ്മൾ കൺസെപ്റ്റുകൾ, നമ്മൾ ആ എടുക്കുന്നതും ഒക്കെ നമ്മൾ മറന്നു പോകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് സൂക്ഷിച്ച് കെയർഫുള്ളായിട്ട് ചെയ്യണമെന്നേ ഉള്ളൂ. 1-2 പ്രാവശ്യം ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് വേറൊരു ചാപ്റ്ററുമായിട്ട് വേറൊരു വീഡിയോയിൽ കാണാം. ബൈ.